സരി ആരോ കുറെ പേര് ഒരു ഓട്ടോയിൽ വന്ന് അറ്റാക്ക് ചെയ്തു. ഷീ ഈസ് വെരി സീരിയസ്. ആരും അവര് തടഞ്ഞില്ലേ? ആർക്കെങ്കിലും ഓട്ടോ നമ്പർ ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന്? So everybody was having fun. Give me your bangles. Wear it. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നട റോഡിലിട്ട് കൊന്നപ്പോ നോക്കി നിന്ന് ആസ്വദിക്കായിരുന്നു എല്ലാരും അല്ലേ? ഇതാ എടുത്തിട്ടോ. എന്തിനാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? നിന്റെയൊക്കെ അമ്മയും പെങ്ങളെ ആരെങ്കിലും കയറി പിടിച്ചാലും നീയൊക്കെ നോക്കി നിന്ന് കൈയടിക്കുവോ? മാം. യെസ് സർ. നോ സർ, ഞാൻ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സരിത മരിച്ചിട്ടും പോലീസ് ആക്ഷൻ ഒന്നും എടുക്കുന്നില്ലെന്ന് പത്രങ്ങൾ എഴുതി കൂട്ടുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് സാറിനൊന്നും പറയാനില്ലേ? ഇപ്പോഴും അവനെ കിട്ടിയിട്ടില്ല, അന്വേഷിക്കണം. നോ, വേണ്ട. 1 മണിക്കൂർ നേരത്തേക്ക് ഒരു ഫോണും എടുക്കണ്ട. രവിയെയും അശോകിനെയും അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട് എഴുതണ്ട. ജയശ്രീ. യെസ് മാം. കം വിത്ത് മീ. ഗെറ്റ് 2 ഇൻസ്പെക്ടേഴ്സ് ഓൾസോ. ഓക്കെ. അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. സരികയുടെ കേസിൽ എല്ലാരും പിടിച്ചോന്ന് അതെന്നെ വായിച്ചോണ്ടിരിക്കുന്നത്. മെയിൻ കൾപ്രിറ്റ് ഒരു എക്സ് മിനിസ്റ്ററുടെ മകനാ. ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്നും അവൻ എസ്കേപ്പ് ചെയ്യാൻ നോക്കിയപ്പോ ഗായത്രി മേഡം അവന്റെ കാലിൽ ഷൂട്ട് ചെയ്തു. വാട്ട്സ് സ്കോർ? 84-2. സ്കോർ. ക്രിക്കറ്റ്, തീറ്റ, കൂടി കളി. 4 അക്ഷരം പഠിക്കാൻ ഒന്നിനെ കൊണ്ടും കൊള്ളൂല. എന്റെ അമ്മേ, 4 മുടിക്കാനായിട്ട് പറഞ്ഞതിനൊക്കെയാണല്ലോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. പോ, ക്ലാസ്സിൽ പോയല്ല. ഏത് നേരം നോക്കിയാലും തീറ്റ തീറ്റ. മരപ്പെട്ടി. ആ മരപ്പെട്ടിക്കകത്ത് റൂമിന്റെ സൈഡില് നിന്റെ മരുന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കുടുങ്ങിയെന്ന് വിചാരിച്ചതാ. ഇത് കണ്ടോ? ആ ചെക്കന് വെടിവെച്ചതിന് ഗായത്രി വർമ്മയ്ക്കെതിരെ ആക്ഷൻ എടുക്കുന്ന ഹോം മിനിസ്റ്റർ. ഹൗ സ്റ്റുപ്പിഡ്. അങ്ങനെ വല്ലതും വന്നാൽ നമ്മൾ പെൺകുട്ടികൾ മുഴുവൻ അവരോടൊപ്പം നിൽക്കണം. വി ആർ സോ പ്രൗഡ് ഓഫ് ഹർ. മാഡം, അവരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യണം. Yes, what do you want to know? आपने उस पर गोली क्यों चलाई? उसने भागने की कोशिश की तो मुझे गोली चलानी पड़ी. പിടിക്കാൻ തന്നെയായിരുന്നോ ഉദ്ദേശം, അതോ കൊല്ലാനോ? കൊല്ലാനായിരുന്നെങ്കിൽ അയാളുടെ കാൽമുട്ടിന് വെടിവെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എങ്കിലും ഒരു കോളേജ് സ്റ്റുഡന്റിനെ പിടിക്കാൻ ഇത്ര ക്രൂരത കാട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതല്ല ക്രൂരത. ഈ നാട്ടിലെ സ്ത്രീകളോട് നിങ്ങളൊക്കെ കാണിക്കുന്നതാണ് ക്രൂരത. ഇൻഡസ്ട്രിയിലും ബിസിനസ് വേൾഡിലും ഗവൺമെന്റ് ഓഫീസുകളിലും ഒക്കെ മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം. വീട്ടിൽ ഭർത്താവിന്റെ വക, പുറത്തിറങ്ങിയാൽ പൂവാലന്മാരുടെ വക, പാടത്ത് പോയാൽ ഭൂവുടമയുടെ വക. ജനിക്കുമ്പോ തൊട്ട് തുടങ്ങുന്നു അവളുടെ ദുരിതം. 4 വയസ്സുള്ളൊരു കുഞ്ഞിനെ റേപ്പ് ചെയ്തവനെ അറസ്റ്റ് ചെയ്തതിനല്ലേ എന്നെ കൽക്കട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. ഞാനുണ്ടാക്കിയ തെളിവുകളെല്ലാം നശിപ്പിച്ച് അവനെ എല്ലാവരും ചേർന്ന് വെറുതെ വിട്ടില്ലേ? അതാണ് ക്രൂരത. ഇപ്പൊ ഇവിടെയും മരിച്ചവളോടല്ല സഹതാപം, കൊന്നവനോടാണല്ലേ? മാഡം, ജസ്റ്റ് എ മിനിറ്റ്. മാഡം, അയാൾ മരിച്ചു.